വേറൊരു കാര്യം പറയാനല്ലേ, ആദ്യമായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ തൊപ്പി വെക്കാം, അല്ലെങ്കിൽ ഒരു കോട എടുക്കട്ടെ, അല്ലെങ്കിൽ പോകഞ്ഞ് ഉപ്പാള വരും. ഫസ്റ്റ് തന്നെ ഡാർക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടാ. റാമോജില് ഫിലിമുമായി ബന്ധപ്പെട്ട സംഭവങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ നമ്മളുടെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയത്. ഏത് സിനിമ അതറിയില്ല, നമുക്ക് ആകെ അറിയാവുന്ന സരോജ് കുമാർ മാത്രമാണ്. ഫോറിൻ കാറിൽ ഡോളറിനോട്ടും കൊണ്ടുപോകണം ആ സീൻ മാത്രം നമുക്ക് അറിയുള്ളൂ. ഇവിടെ ചെറിയ ചെറിയ തിയേറ്റേഴ്സ് ഉണ്ട് ഓരോ പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി 3D ഷോയ്ക്കാണ് പോകുന്നത്. നമ്മൾ പോകാൻ പോകണ്ട, വിമാനത്തിൽ പോവാണ്. എന്തോ ഇത് കൊള്ളാം. ഇവിടുത്തെ ഫസ്റ്റ് ക്യാമറ എക്യുപ്മെൻ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് ഷൂട്ട് ചെയ്താണ്, ഇത് വെച്ചിട്ടാണ് 1996 ഇതെടുത്തത്. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. 2000 ഏക്കറിലാണ് ഈ സാധനം കിടക്കുന്നത്. ഇതിപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പരിപാടികളാണ്. ഇപ്പോൾ അപ്പുറം നമ്മളൊരു വെർച്വൽ റിയാലിറ്റി കണ്ടു വന്നതാണ്, അത് അത്രയ്ക്ക് സൂപ്പർ ആയില്ല. ഇനി അടുത്ത പരിപാടി ഈ തിയേറ്ററിലാണ്. ഇവിടുത്തെ ഒരു പഴയ തിയേറ്ററാണ്, ഇവിടുത്തെ സെറ്റപ്പാണ്. ഇവിടെ എന്തോ അടുത്ത ഷോ കൊടുക്കണം. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ഉപയോഗിച്ച് 1996 ഉപയോഗിച്ചൊരു ക്യാമറ 1996 ഒരുപാട് ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓരോ സീൻസ് ഷൂട്ട് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു തരുന്നത്. അതിന് നമ്മൾ ഓഡിയൻസിൽ നിന്ന് അവർ കുറച്ച് പേരെ വിളിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ആങ്കർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർ നല്ല രീതിയിൽ അത് പറഞ്ഞു തരുകയും ചെയ്യും, ആളുകളെ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇവിടെ നമ്മളെയും കൂടെ എൻഗേജ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ഷൂട്ട് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാം. ശബ്ദം എങ്ങനെയാണ് ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. തൊട്ടടുത്ത തിയേറ്ററിൽ അപ്പുറത്തെ തിയേറ്ററിൽ എങ്ങനെയാണ് വിഷ്വൽ ബ്ലെൻഡ് ചെയ്യുന്നതൊക്കെ കാണിച്ചത്, ശബ്ദം അതിനകത്ത് മിക്സ് ചെയ്യുന്ന കാണിക്കുന്നത്. साउंड टेक्नीशियन ने साउंड को इन्वेंट किया था मूवी में ऐड करने के लिए. सो नाउ आई विल प्ले हियर समथिंग, यू हैव टू आइडेंटिफाई व्हिच साउंड इट इज. मैं यहाँ पे कुछ प्ले करूंगी, आपको बोलना है ये कौन सा आवाज है. Yes, it's wind, ये हवा है. And now what is this? It's thunder, ये बिजली है. And now what is this? Yes, it's rain, ये बारिश है. And the last but not the least, how about this? Exactly, the horse running sound. ये घोड़ा भागने का आवाज है. And that is also visuals. Narrative to process the unique. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഇതിന്റെ ഭാഗമാകോട്ടെ ഇതിന്റെ ടെക്നീഷ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇവർ വിളിച്ച് കേട്ടിട്ട് ഇതിന്റെ ഭാഗമാക്കുന്ന കാഴ്ചയുണ്ട് കാണുന്നത്. होगा आपको मारना है, मुझे बताइए. यहाँ पे मार के दिखाइए एक बार. सर इतना प्यार से नहीं, जोर से मारना है दोनों हाथों से. और आपको क्या करना है, जब मैं बाइक स्टार्ट बोलूंगी ये हाथ में लेना है और ऐसे घुमाना है. എൻ്റെ ചുരുങ്ങിച്ചാണെങ്കിലേ ബൈക്ക് ഓടുമ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദമില്ലേ, ആ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് ഈ മിക്സി സ്റ്റാർട്ട് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. നേരത്തെ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ഇപ്പോൾ അവർ ഇടും, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ശബ്ദം കൊടുക്കാം കേട്ടോ. അതാണ് പരിപാടി. എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്, നമ്മളതിന്റെ ടെക്നീഷ്യനായ ഒരു ഭാഗ്യം കിട്ടിയിട്ടാ. കോമഡി സെറ്റപ്പായിരുന്നു. എങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നതെന്നാണോ മെയിൻലി ഇവരോട് പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ണിനെ വിസ്മയിക്കുന്ന കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ നമ്മൾ പോകാൻ പോകുന്നത് ഒരുപാട് ഇന്ത്യൻ സിനിമയിലെ പ്രത്യേകിച്ച് മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും ഒക്കെ സൂപ്പർ ലൊക്കേഷൻസിലേക്കാണോ. അപ്പം മെയിൻലി ഇവിടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ബാഹുബലിയുടെ ലൊക്കേഷനാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. നല്ല കാഴ്ച വെയിലാണ്ടോ.